അത് റിജക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു മെൻ്റലി ഒരു ഇത് വരും. പക്ഷെ നമ്മളതൊക്കെ തരണം ചെയ്യണം. ആക്ച്വലി ഒരു ആക്ടറെ സംബന്ധിച്ച് എല്ലാ അനുഭവങ്ങളും ഉണ്ടാവണം എന്നല്ലേ പറയാം. അങ്ങനെയാണ് ഇതിന്റെ ഷൂട്ട്. ചിലപ്പോൾ തലേദിവസം വിളിച്ചിട്ടാവും, എടാ നാളെ ഫ്രീ ഉണ്ടോ, ഓക്കെ താടി എങ്ങനെ ഇപ്പോൾ അതുപോലെ അന്ന് കണ്ടിന്യൂറ്റി ഒന്നും കീപ്പ് ചെയ്തോ, നാളെ ഷൂട്ട് എന്ന് പറയും. നോക്കുമ്പോൾ ബൈക്കുമല്ലോ കാണാൻ ക്യാമറ ഒക്കെ ആയിട്ട് വരുന്നത്, ക്യാമറമാനും ഇവരൊക്കെ അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്യണം. ഭയങ്കര രസമാണ്. ആ സ്ക്രിപ്റ്റ് ഒക്കെ അടിപൊളി സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും ആള്. ആ സ്ക്രിപ്റ്റ് അടിപൊളിയാണ് ശരിക്കും. എന്നിട്ട് അതുമെന്നാണ് പരിപാടി എടുക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര പഠിക്കാണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും ഏത് സാഹചര്യത്തിലും നമ്മൾ ജീവിക്കും. ഇപ്പോൾ ഇക്കൊക്കെ ഇപ്പോൾ അറിയാം, സിനിമ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തായാലും ഒരു കോൺസ്റ്റന്റ് സ്ട്രഗിളാണ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ അറിയാലോ, ഞാൻ 1-2 എനിക്കറിയാം. ഞാൻ അങ്ങനെയാണല്ലോ. ഞാൻ തന്നെ പരിചയം സിനിമ കണ്ടിട്ടാണ്. ഡിജിറ്റൽ വില്ലേജ് OTT-യിൽ. അത് കൊറോണയുടെ സമയത്തല്ലേ? കൊറോണ സമയത്താണ് അത് ഇറങ്ങിയത്. പ്രൈം അത് ആഫ്റ്റർ കൊറോണ സിനിമകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമ. ഡിജിറ്റൽ ചെറിയൊരു പടം, നല്ല പടം വന്നിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് കണ്ടോക്കാം. സാധാരണ അങ്ങനെ ഇതാക്കാറില്ല, പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് ഞാൻ നിന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പിന്നെ നമ്മളൊരു ഫ്രണ്ട് അസോസിയേറ്റ് അതിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്തായാലും വിളിച്ചപ്പോ ഞാൻ നമ്പർ നോക്കിയപ്പോ വാട്സപ്പില് പ്രൊഫൈൽ കണ്ടപ്പോ എനിക്ക് തോന്നി, ഞാൻ ചോദിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതായത് ഈ പല സ്ഥലത്ത് പോയി ചാൻസ് ചോദിച്ചിട്ടാണെങ്കിലും ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മടുപ്പ് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാല് എനിക്ക് സത്യം പറഞ്ഞാൽ മടുപ്പ് തോന്നുമ്പോൾ ചില സിനിമകൾ കാണും. ഈ ബെസ്റ്റ് ആക്ടർ പോലത്തെ ഒക്കെ സിനിമ സത്യം പറഞ്ഞാല് കാണും, നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യില്ല. സത്യം. അങ്ങനെ ഞാനത് മോട്ടിവേറ്റ് ചെയ്യും സ്വയം. അപ്പം നമുക്കൊരു ഇത് വരും, ആ സിനിമ കാണുമ്പോൾ ഒരു ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക, സിനിമയിൽ ബന്ധങ്ങളാണല്ലോ. ചിലപ്പോൾ നമ്മളെ ബന്ധങ്ങളിലുള്ള ഒരു സിനിമ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരിക്കും. പക്ഷെ നമുക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ചിലപ്പോൾ അതിലുണ്ടാവില്ല, അവർക്ക് തരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ചിലപ്പോൾ വർഷങ്ങളെ കാത്തിരിപ്പായിരിക്കും. അവർ വളർന്ന് ഇതായി സെറ്റായി എന്നൊക്കെ ഉള്ള ഇതിൽ അത്ര അടുപ്പുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് പിന്നെ മടുത്ത പോലെ, സത്യം പറഞ്ഞാൽ മടുക്കണ പോലെ വരും. പക്ഷെ നമ്മൾ ഫൈറ്റ് ചെയ്യുക, അതാണ്, പിന്നെ വേറെ വഴിയില്ല. ഈ റിജക്ഷൻസ് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇല്ല, ഞാനതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കും. കാരണം ഞാൻ ഇത് ചോദിക്കുന്നത് എന്താണെന്നറിയോ, അത് എനിക്കും കൂടെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് റിജക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു മെൻ്റലി ഒരു ഇത് വരും. പക്ഷെ നമ്മളതൊക്കെ തരണം ചെയ്യണം. ആക്ച്വലി ഒരു ആക്ടറെ സംബന്ധിച്ച് എല്ലാ അനുഭവങ്ങളും ഉണ്ടാവണം എന്നല്ലേ പറയാം. ഞാൻ അതൊക്കെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുള്ളൂ. അങ്ങനെ വിടും ഇതൊക്കെ. എന്നാലും നമുക്ക് പറയാ, ആക്ടറിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ലല്ലോ. നമ്മളിപ്പോൾ എല്ലാവരും നായകനാവാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, ക്യാരക്ടർ റോളുകൾ കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് നല്ല നടൻ എന്നുള്ള രീതിയിൽ വരിക എന്നുള്ളതാണ് ആഗ്രഹം. ഇക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഡ്രീം റോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടാത്തതിൻ്റെ പ്രശ്നം. എനിക്ക് കുറേ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം. പക്ഷെ അത് ആൾക്കാർക്ക് ഇതാവണ്ടേ. ആക്ച്വലി എനിക്ക് വില്ലേജ് ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ നാട്ടുമ്പുറത്ത് ജീവിച്ചുള്ളത് കൊണ്ടായിരിക്കാം, എനിക്ക് കൂടുതൽ ഇടപഴകിയുള്ള അങ്ങനെ ആൾക്കാരായതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒന്നും വരുന്നില്ല. പിന്നെ കുറേ നമ്മൾ ഒരുപാട് ചെയ്യാത്തത് കൊണ്ടേ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇനിയും കുറെ കൂടുതൽ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാണ്ടല്ലേ? ഉണ്ട്. അല്ല, അത് അങ്ങനെ തന്നെ, നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അല്ല, എനിക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് ഒരുമിച്ചൊരു വർക്ക് ചെയ്യണം. എന്തായാലും നടക്കട്ടെ. പിന്നെ ഇക്കപ്പോൾ ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട്, ബെൻ എന്ന് പറയുന്ന പിന്നെ വിപിൻ ആറ്റ്ലി മൂവിയിൽ അതിന്റെ ഏറ്റവും ഒരു നെടുന്തൂണായിട്ട് നിന്നത് ചേട്ടനാണെന്ന് ഇക്കയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അതിന്റെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറൊക്കെ കണക്ട് ചെയ്തത് എൻ്റെ ഇതിലാണ്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് അത് യാദൃശ്ചികമായിട്ടാണ്, ഞാൻ അതിനു വേണ്ടി ഫോഴ്സ് ചെയ്യുന്നില്ല. ജസ്റ്റ് വിപിൻ ആറ്റ്ലിനെ അങ്ങനെ ആള് ജസ്റ്റ് പരിചയപ്പെട്ടപ്പോൾ അവർ നേരിട്ട് സംസാരിച്ചു. പക്ഷെ അതിൽ കുറേ ഈ ഓഡിഷനിലും കാസ്റ്റിങ്ങിലൊക്കെ ഇൻവോൾവ് ആവാൻ പറ്റി. പിന്നെ വിപിൻ ആറ്റ്ലിയുടെ ഇപ്പം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ
ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹോംലി മിൽസിലൊക്കെ ഉണ്ടായിരുന്നു. ഹോംലി മിൽസിൽ വെച്ച് പരിചയപ്പെടുന്നത്. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എല്ലാ കാര്യത്തിലും പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഏത് ഇതിലും ഡബിങ്ങിനായാലും ഇതിലായാലും ആളെ ഷൂട്ടിങ് എങ്ങനെയാന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം നിന്ന് കാണും. ഭയങ്കര രസമാണ് ആള്. ചിലപ്പോൾ ഭയങ്കര അയാളൊരു പുലിയെന്ന്. മറ്റേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, പഴയ കുറെ ചെറിയ കുട്ടികൾ ചെയ്ത വേഷങ്ങളും. ആദിഷ് അത് വൈറലാക്കിയത്, ഭയങ്കര വൈറലായത്. ഇപ്പൊ ഭയങ്കര വൈറലായിട്ടുണ്ട്. എങ്ങനെയാണ് 8 മില്യണൊക്കെ ആയിരുന്നുണ്ടോ? 8 മില്യണായി. അതെ അതെ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആദിഷ് എങ്ങനെയാ സിനിമയിലേക്ക് വരുന്നത്? അവന് ഓഡിഷൻ വഴിയാണ് വന്നത്. അവന് ഇതേമാതിരി ആദിഷിന്റെ സംഭവം എന്ന് വെച്ചാല് ഞങ്ങൾ ഒരു 10,500 പേരെ ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ. കോട്ടയം, കോഴിക്കോട്, എറണാകുളം 3 സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു പല ദിവസങ്ങളായിട്ട്. അതിൽ നിന്ന് ഒരു 500 പേരെ സെലക്ട് ചെയ്ത് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു അതിന്റെ ഓഡിഷൻ. അപ്പൊ ഈ ചാമിയുടെ ചേച്ചിയുടെയും ക്യാരക്ടർ ഉണ്ട്. ഇവർ രണ്ടാളും ഭയങ്കര വികൃതി, ഭയങ്കര സംഭവങ്ങളായി കണ്ടറിയാൻ പടം. അപ്പോ രണ്ടാളും ഏകദേശം ഒരേ ലുക്കുള്ളവര് വേണം, ഏട്ടത്തിയും അനിയനും. എന്നാ ഇവരെ ജിബു ഏട്ടല്ലേ, ജിബു ജേക്കബ് ക്യാമറമാൻ, ഡയറക്ടർ, വെള്ളിമുഖയുടെ ഡയറക്ടർ, പുള്ളിയാണ് അതിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ മക്കളായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പൊ അവരെ ഫേസും ഒക്കെ ഉള്ളൊരു ഇത് വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ഓഡിഷൻ കഴിഞ്ഞ് അവനെ സെലക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു കുട്ടീനെ കിട്ടി, പെൺകുട്ടീനെ കിട്ടി ലുക്കുള്ളു. പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ആൺകുട്ടീനെയും കിട്ടണം. അങ്ങനെ കിട്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് ഇങ്ങനെ 10-500 പേരിക്കുണ്ട് ഇങ്ങനെ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനെ പോലത്തെ ഒരു ലുക്കുള്ള ഇവനെ ഇരിക്കണം ചാമി, ഒരു പ്രത്യേക ലുക്കില്. അന്ന് മുടിയൊക്കെ ഉണ്ടാവും ഇവര് കുറച്ച്. അങ്ങനെ അവനെ വിളിച്ചപ്പോ അവര് പോവാനുള്ള പരിപാടിയിൽ നിൽക്കണ്. അപ്പൊ വിളിച്ചു. പിന്നെ 2-3 പേര് അതുപോലെ പിള്ളേരെ ഏകദേശമൊക്കെ ഈ 5 നിന്ന് കിട്ടുന്ന രീതിയിൽ നോക്കിയിട്ട് പിടിച്ചു. അങ്ങനെ ഇവരോട് ചോദിച്ചു, എന്താണ് നിനക്ക് എന്താവാൻ ആഗ്രഹം? അപ്പൊ അവനൊക്കെ പോലീസ് ആവാനാ. അപ്പൊ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പോലെ അപ്പന്നെ ചെയ്തു. നിനക്ക് എന്താവാനൊക്കെ ടീച്ചർ ആവാന്, എനിക്ക് ഇതാവണം, വക്കീലാവണം, അങ്ങനെ ഒക്കെ പറഞ്ഞപ്പോ നമ്മളൊരു സീന് പറഞ്ഞു കൊടുത്തു. ഒരു സ്കൂളില് ഒരു ബിൽഡിങ് എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞ ആളോട്, എഞ്ചിനീയറാണ് നീ പണിത ഒരു സ്കൂള് അപകടം പറ്റിയേക്കാണ്. അപ്പൊ പോലീസ് അന്വേഷണം വന്നേക്കാണ്. പ്രിൻസിപ്പളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് സിറ്റുവേഷൻ, എന്താണ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ സ്വാമി ആദ്യം സുരേഷ് ഗോപി പോലെ എന്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സ്റ്റൈലിലൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ സുരേഷ് ഗോപി അല്ല, നീ നിന്റെ പ്രായത്തിലുള്ള പോലീസാണ്, ആ രീതിയിൽ അഭിനയിച്ചാൽ മതി. അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ഭയങ്കര ശരി ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. ശരി അങ്ങനെ അഭിനയിച്ചൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അവൻ ഇതായിട്ട് വന്നിട്ട് അവനെ കയ്യിൽ നിന്ന് കൊണ്ടൊരു സാധാരണ ഇവൻ തന്നെ പോലീസായി എങ്ങനെയായിരിക്കും അതുപോലത്തെ ഒരു സാധനം. അപ്പൊ പാട്ടിൽ അവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പാട്ടിലിനെ വിളിച്ചു, ഒരാളെ കിട്ടിയിട്ട് തന്നു. അപ്പൊ പാട്ടിൽ എവിടെ വിളിക്കുന്നു തന്നു, വിളിച്ചു തന്നു. അപ്പൊ അവൻ ഓക്കെ ലുക്ക് കൊണ്ട് ഓക്കെയാണ്, ഇവന് ഓക്കെയാണോ സാധനം അല്ലേ സെറ്റ്, അങ്ങനെയാണ് അവൻ നാട്ടില് ഓക്കെയാണ് തന്നു. അപ്പൊ ഫിക്സ് ഓക്കെ എന്നാണ്. പിന്നെ അവൻ തകർക്കലായിരുന്നു. പിന്നെ അവന് നാഷണൽ അവാർഡ് കിട്ടി അടുത്ത പടത്തില്, കുഞ്ഞു ദൈവം എന്ന പടത്തില്. ഇതില് നന്നായിട്ട് ചെയ്തു. അവന് എന്താ പറയാ, അഭിനയിക്കുമ്പോഴേ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തതിന് ഇത് പറഞ്ഞു കൊടുത്ത അവൻ തന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് അവന് റിയലിസ്റ്റിക് ഭയങ്കര ഇതായിട്ട് അഭിനയിക്കും, റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തോളും. അപ്പൊ അന്ന് തന്നെ നമ്മള് സെറ്റില് കൊള്ളാലോ പുലിയാലോ തോന്നി. അതുപോലെ തന്നെ അവന് അവാർഡും കിട്ടി ആ പടത്തിൽ. പിന്നെ ഇവന് ജിഗ്രുവിന് അവാർഡ് കിട്ടിയിരുന്നു, ഗൗരവ് അല്ലേ, മങ്കിപ്പനിലൊക്കെ അവനായിരുന്നു അതിൽ നായകനല്ലോ. അപ്പൊ അവനും അവാർഡ് ഉണ്ടായിരുന്നു, നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ അഞ്ജലി നായർ അവൾക്കുണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡുകളൊക്കെ കിട്ടിയൊരു സിനിമയാണ്. ഇപ്പോ മിക്ക പറഞ്ഞല്ലോ വിപിൻ ആറ്റ്ലിയുടെ പടത്തിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഒരു ഡയറക്ടോറിയൽ മൈൻഡ് ഒക്കെ ഉണ്ടോ? ഇല്ലല്ല, അതിന് വേണ്ടിയിട്ടല്ല. നമ്മൾ അഭിനയിക്കുമ്പോഴേ ഞാൻ ഈ ഡയറക്ടോറിയൽ മൈൻഡ് എന്നല്ല, ഞാനതിൽ അവിടെ പ്രൊഡക്ഷനിൽ നമ്മൾ ഫുഡ് വിളമ്പാൻ വരെ നിൽക്കും, കാറ് വണ്ടി ഡ്രൈവ് ചെയ്യാൻ നിൽക്കും. നമ്മൾക്ക് എല്ലാവരുടെ വേദനകൾ മനസ്സിലാക്കണം, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കണം സിനിമയിൽ. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മേഖലയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു സാധനം നമുക്ക് അഭിനയിക്കുമ്പോൾ അത് ഗുണം ചെയ്യും. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെന്ന് വെച്ചാൽ ആറ്റ്ലിയുടെ ഒപ്പം എന്ന് വെച്ചാൽ എല്ലാ പണി എടുക്കേണ്ടി വരും. ഞാനൊക്കെ പറയും മറ്റേ ഇത് ആറ്റ്ലി പടത്തിന് വിളിച്ചാൽ പറയും വർക്കിംഗ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാല്ലേ എന്ന് ചോദിക്കും. എന്താ വെച്ചാൽ എല്ലാ പണിയും ചെയ്യേണ്ടി വരും ഇവിടെ. അങ്ങനെയാണ് ഇതിന്റെ ഷൂട്ട്. ചിലപ്പോൾ തലേദിവസം വിളിച്ചിട്ടാവും, ഇവിടെ നാളെ ഫ്രീ ഉണ്ടോ, ഓക്കെ താടി എങ്ങനെ ഇപ്പോൾ അതുപോലെ അന്ന് കണ്ടിന്യൂറ്റി ഒന്നും കീപ്പ് ചെയ്തോ, നാളെ ഷൂട്ട് എന്ന് പറയും. നോക്കുമ്പോൾ ബൈക്കുമല്ലോ കാണാൻ ക്യാമറ ഒക്കെ ആയിട്ട് വരുന്നത്, ക്യാമറമാനും ഇവരൊക്കെ.
അങ്ങനെയൊന്ന് ഷൂട്ട് ചെയ്യണം, ഭയങ്കര രസമാണ്. ഓക്കെ ഓക്കെ. ചിലപ്പോ വല്ല നോക്കി അപ്പക്കപ്പ ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സീൻ അവിടെ എടുക്കും, അങ്ങനൊക്കെ ആയിട്ട് ചെയ്യുക. അപ്പൊ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് വരും ചെയ്യും. പിന്നെ ഒക്കെ ഇതിന്റെ ഉള്ളിലാണ് മൂപ്പര്. സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യോ? ആ സ്ക്രിപ്റ്റ് ഒക്കെ അടിപൊളി സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും ആള്. ആ സ്ക്രിപ്റ്റ് അടിപൊളിയാണ് ഇരിക്കും. എന്നിട്ട് അതുമെന്നാണ് പരിപാടി എടുക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര പഠിക്കാണ്ടായിരുന്നു. നമ്മൾ എവിടെ പോയാലും ഏത് സാഹചര്യത്തിലും നമ്മള് ജീവിക്കും ആളൊപ്പം വർക്ക് ചെയ്താല്. അപ്പൊ ഞാൻ ചിലത് പറയും നമ്മള് തോൽക്കൂലടാ, ഞാൻ വിപിനാറ്റ്ലിയുടെ സിനിമയിലൊപ്പം വർക്ക് ചെയ്തുള്ളതാണ് മനസ്സിൽ. അത് എപ്പോ വേണമെങ്കിലും ഒരു കഥാപാത്രം ചോദിക്കാൻ സ്പേസ് ഉള്ള ഒരു ഡയറക്ടറാണ്. ആളോട് അങ്ങനെ ചോദിക്കുക, എങ്ങനെയായാലും സെറ്റാക്കും. ഹോംലി മീൽസിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? അത് എനിക്ക് ഇത് സലാല കണ്ടിട്ട്, സലാല മൊബൈൽസ് കണ്ടിട്ട് വന്നുള്ളത്. പിന്നെ ആ ടൈമിൽ എനിക്ക് ഇങ്ങനെ സിനിമയിലെ ആൾക്കാരായിട്ട് അധികം ബന്ധമൊന്നുമില്ല. എങ്ങനെയാണ് എത്തിപ്പെടുക, അതാണ് എനിക്ക് ഇങ്ങോട്ട് വന്ന ഇത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ എന്റെ നമ്പറും എല്ലാവരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എറണാകുളത്തേക്ക് മാറി. സലാല മൊബൈൽസ് ഒക്കെ എറണാകുളത്ത് തന്നെയായിരുന്നു താമസമൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇക്ക എങ്ങനെ ഇപ്പോൾ ഒരു ക്യാമറക്ക് പിന്നില് ഇക്ക എന്ന് പറയുന്ന വ്യക്തി വീട്ടിലൊക്കെ എങ്ങനെയാ? ഞാൻ സാധാരണ പിന്നിലും നമ്മള് എങ്ങനെ അതല്ലേ ചോദിച്ചത് എങ്ങനെയാ വെച്ചാല്, ഫാമിലി എങ്ങനെ ഒരു എപ്പോഴും ഇതേപോലെ ഫണ്ണായിട്ടുള്ള ഒരാളാണോ അതോ ഭയങ്കര സീരിയസ് ഒന്നുമില്ല? നമ്മള് എല്ലാവരായിട്ടും ഫ്രണ്ട്ലി തന്നെയാണ്. ഞാൻ ഇതുപോലെ തന്നെ പിള്ളേരായിട്ടും. ഇക്കെന്റെ മോൻ അഭിനയിക്കാൻ തുടങ്ങി. ഉണ്ട് ഒരാളല്ല, രണ്ടുപേരും ഇങ്ങനെ അഭിനയിക്കും. പാട്രിയോട്ടിൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അത് എത്തിയത്? അത് അവന് വന്നതാ, ഇൻസ്റ്റാഗ്രാം വഴിക്ക് ഒരു ആഡ് ചെയ്തിരുന്നു. അതില് വർക്ക് ചെയ്തിരുന്ന അസോസിയേറ്റ് ഉണ്ട്, ആഡിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ആഡിൽ അഭിനയിച്ചതിന് ശേഷം അവൻ പാട്രിയോട്ടിൽ വർക്ക് ചെയ്തപ്പോ ഇവനെ വിളിച്ചു. അങ്ങനെ വിളിച്ചതാ. എന്റെ ഗ്രഫിലൊന്നുമല്ല, അങ്ങനെ കിട്ടണ. ആളുടെ ഫോക്കസ് എന്താ, ആക്ടിങ് തന്നെയാണോ? അവൻ അങ്ങനൊന്നുമില്ല. അവന് ആക്ടിങ് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്, ആക്ടിങ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ പുള്ളി ഇങ്ങനെ ആക്ടിങ് അങ്ങനത്തെ ഒരു പാഷനൊന്നുമല്ല. പിള്ളേരല്ലേ അത്. അവര് എത്ര വയസ്സായി മോന്? 9 വയസ്സല്ലേ? ഇക്കെങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? അവന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ തന്നെ അതെല്ലേ, അവൻ നന്നായി ചെയ്യുന്നുണ്ട്. ഇക്കാന്റെ പാട്ടുകളൊക്കെ അവനെ കേൾപ്പിക്കാറുണ്ടോ? പഴയ പാട്ട് ഇടക്കൊക്കെ കേൾക്കും. അവൻ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ ഇട്ട് കാണുമല്ലേ? അപ്പൊ പഴയ ഒരു പിന്നെ ലുക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കാണിച്ചു കണ്ടാ വാപ്പച്ചി ആണ് എന്നൊക്കെ പറയും. ഇങ്ങനെയായിരുന്നു. ഇപ്പോഴും മോശമൊന്നുമല്ല. അല്ല, ഞാന് രണ്ടാളുണ്ടല്ലോ. അപ്പൊ മറ്റവനും അഭിനയിക്കും കുറച്ച്. അവന് ഭയങ്കര ആഗ്രഹമാണ് അഭിനയിക്കാൻ. പക്ഷെ അവന്റെ ഏജ് കഴിഞ്ഞപ്പോ അങ്ങനെ ചാൻസുകൾ കിട്ടില്ല. വൈഫൊക്കെ നല്ല സപ്പോർട്ടാണല്ലേ? വൈഫൊന്നും കുഴപ്പമൊന്നുമില്ല. ഇക്കൊക്കെ പഴയ പാട്ടുകളൊക്കെ കാണുമ്പോ ഇപ്പൊ എടുത്ത് നോക്കുമ്പോ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ ആൽബം പാട്ടുകളൊക്കെ? ക്രിഞ്ച് ചിലതൊക്കെ കാണണ്ടാവും, കാണാതെ ശക്തി ഉണ്ടാവില്ല. പിന്നെ ചിലതൊക്കെ കാണുമ്പോ കുഴപ്പമൊന്നുമില്ല. അന്നത്തെ വെച്ച് നോക്കുമ്പോ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ട് തോന്നാറുണ്ട്. പിന്നെ അന്നത്തെ നമുക്കറിയാലോ എങ്ങനത്തെ സിറ്റുവേഷനിലാണ്, എത്ര ടൈം കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാലോ. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ചെറിയൊരു ഗെയിമിലേക്ക് പോയാലോ? ഗെയിം അല്ല, ഒരു റാപ്പിഡ് ഫയർ. ദിസ് ഓർ ദാറ്റ് റാപ്പിഡ് ഫയർ. ഞാൻ 2 എണ്ണം പറയും, പിന്നെ അതിൽ ഇക്കയ്ക്ക് ഇഷ്ടമുള്ള ഏതാ ചൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ? റൊമാൻസ് ഓർ ആക്ഷൻ? റൊമാൻസ്. ആൽബം ഓർ സിനിമ? ഓറോ? രണ്ടും വേണം, കാരണം അതിലൂടെയാണല്ലോ വന്നത്. മറക്കാൻ പാടില്ല. ഫസ്റ്റ് ലവ് ഓർ ഫസ്റ്റ് സാലറി? ഫസ്റ്റ് ലവ്. ഓക്കെ. വൺ വേർഡ് അബൌട്ട് യുവർ സെൽഫ്? ഒതുങ്ങില്ല, വലിയൊരു എസ്സേ പോലെ സാഗരമായിട്ടുണ്ടല്ലേ പറയാൻ. പോട്ടെ, ഇക്കൊരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഐ മീൻ വേറെ ഏതെങ്കിലും ഒരുപക്ഷെ ചൂസ് ചെയ്തേക്കാവുന്ന മേഖല എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് ബിസിനസ്സിനൊന്നും അധികം എനിക്കറിയില്ല. പിന്നുള്ളതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ 16 വയസ്സ് തൊട്ടിട്ടല്ലേ സിനിമയുടെ ഒപ്പം വന്നുള്ളു. അതിനിപ്പോൾ ആൽബം തൊട്ട് തുടങ്ങിയല്ലോ. അപ്പൊ എനിക്കൊരു അന്നോട്ടുള്ള ഒരു എയിം തന്നെയാണ്, വേറെ ഒന്നും മാറി ചിന്തിച്ചിട്ടില്ല ഞാൻ. അന്നോട്ടാണെങ്കിൽ വർക്കുകൾ വന്നു തുടങ്ങി.
അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ടി വേറെ ഒന്നിലേക്ക് ഞാൻ വേറെ മാറി ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇക്കിപ്പോൾ അതല്ലാതെ അഭിനയം അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്കൊരു ഇപ്പം അടുത്ത് ഒരു മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഞാനും കൂടിയിട്ടാണ്. കേട്ടോക്ക് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ കേട്ടോക്ക് എന്ന് പറയും. കേട്ടോക്ക് രണ്ട് രീതിയിലൊന്നും പറയാത്. കേട്ടോക്ക് എന്ന് പറയാം, കേട്ടോക്ക് അങ്ങനെയാണ് അതിന്റെ ലോഗോയുടെ ഡിസൈൻ തന്നെ. അതാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ. ഈ മാർക്കറ്റിംഗ് കമ്പനി, അഡ്വർടൈസ്മെന്റ് പരിപാടി കാര്യങ്ങളൊക്കെ. ആൽബം ഒക്കെ ഇപ്പൊ ചെയ്യാറുണ്ടോ? ആൽബം ഇപ്പൊ അടുത്ത് ഞാൻ ഗാങ് ബി എന്ന് പറഞ്ഞിട്ട് ആൽബം ചെയ്തിരുന്നു. ഷൈൻ ടോമും കൂടിയിട്ടുള്ളത്. ഒറ്റയ്ക്ക് വന്നപ്പോ നല്ലൊരെണ്ണം കിട്ടിയ ചെയ്യും ആഗ്രഹമുണ്ട്. അടിപൊളി. ഇനിയിപ്പോ വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാ? ഇപ്പൊ രാജേഷ് മാധവനായിട്ടൊരു പ്രോജക്റ്റ് അതാണ്. അത് കഴിഞ്ഞു, ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പൊ റിലീസ് ഡേറ്റ് ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓണത്തിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഇരിക്കും. ഏതെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ പുതിയ? എനിക്കുള്ളത് ഡിസംബർ ഒക്കെയാണ് പറഞ്ഞു വെച്ചുള്ളത്. പിന്നെ സിനിമയാണ്, അത് ഡിസംബറിൽ അഭിനയിച്ചു തുടങ്ങിയാൽ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ശരിയാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇതിലെപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ സിനിമയിൽ. ഇപ്പൊ ഞാൻ തന്നെ ഒരു 2-3 പ്രൊജക്ട് പ്രൊഡക്ഷൻ മാറിയത് കൊണ്ട് ഡിലേ ആയി. അതെ, പല കാരണങ്ങളുണ്ട് ഉണ്ടാവാം. അതെ, എന്തായാലും പടങ്ങള് എല്ലാം. പിന്നെ ഒരു ഖുശ്ബു എന്ന് പറഞ്ഞൊരു പടം ചെയ്തു വെച്ചിട്ടുണ്ട്. അതും അതില് കോമഡിയാണ് എനിക്ക് റോള്. അത് എനിക്കൊരു എന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഇക്കൊക്കെ എങ്ങനെ കോമഡി ചെയ്യാനാണോ കൂടുതൽ? കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കോമഡി റോളുകൾ അധികം വന്നിട്ടില്ല. വരണം. എനിക്ക് പറ്റിയ സലാലയില കുറച്ചുകൂടി ഒരു 2-3 കട്ടയ്ക്ക് കയറ്റിയുള്ള ഒരു സ്റ്റൈലല്ലേ അഭിനയം. അതില് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോമഡി സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് ഇത് ഖുശ്ബുല അങ്ങനെയാണ് കുറച്ചൊക്കെ. ഉടനെ ഇറങ്ങുമായിരിക്കും. അതും ഇതേപോലെ തന്നെ 2 മാസം 3 മാസത്തിനുള്ളിൽ ഇറങ്ങും. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷനൊക്കെ ആവുമ്പോഴേക്ക് വീണ്ടും ഇങ്ങോട്ട് വരണം. എന്തായാലും നമുക്കൊരു പ്രൊമോഷൻ ഇന്റർവ്യൂ എടുക്കാം. ആ ടീം മൊത്തത്തിൽ വിളിച്ച് നമുക്കൊരു പ്രൊമോഷൻ ഇന്റർവ്യൂ വെക്കാം. ഇക്കെന്റെ മറ്റേ രാജേഷ് മാധവന്റെ പടമാണെങ്കിൽ പിന്നെ ജിജേഷ് ചേട്ടനും ഉണ്ടല്ലോ അതിലല്ലേ? അപ്പൊ അങ്ങനെ വിളിച്ച് വന്ന് നമുക്കൊരു പ്രൊമോഷൻ ഇന്റർവ്യൂ ഒക്കെ എടുക്കാം. അപ്പൊ എന്തായാലും ഇനിയും ഈ പറഞ്ഞ പോലെ ആൽബങ്ങളും ചെയ്യണം, സിനിമയും ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിന്റെ വഴിയൊരുക്കി കിട്ടും. നമ്മളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഒരുപാട് എനിക്ക് ഒരു കാര്യം അറിയാം, ഇക്കന്നെ ഇനിയും മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കുറെ ക്യാരക്ടേഴ്സ് ഇക്കാക്ക് ഇനിയും ചെയ്യാനുണ്ട്. എന്തായാലും അതൊക്കെ നടക്കും. കുറെ ക്യാരക്ടേഴ്സ് ഇനിയും വരട്ടെ. നമ്മളെപ്പോഴും എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം എൻ്റെ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഈ പാട്ടുകളൊക്കെ ആസ്വദിച്ച് വന്ന ആളാണ്. എത്ര വർഷമായി ഈ ഫീൽഡിൽ ഞാൻ വന്നിട്ട്? ഞാൻ പണ്ട് മുതലേ ഞാൻ ആദ്യമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയ പടം ഞാനാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ദുൽഖർ അഭിനയിച്ചിട്ടുള്ള ഞാനാണ്. ഞാൻ ആദ്യം സിനിമ സെറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാടായിരുന്നു, എൻ്റെ നാട്ടിലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിലാണ് ആദ്യം കയറിയത്. അപ്പൊ അന്ന് ഞാൻ ഇവരൊക്കെ സിനിമാ സെറ്റിൽ ഞാൻ പോയി ഇരിക്കുന്നത് അന്നാ. അതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ സെറ്റുമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ പണ്ട് ഏച്ചിക്കാനത്ത് വടക്കുന്നാഥിന്റെ ഷൂട്ട് കാണാൻ പോയിട്ടുള്ള അനുഭവം മാത്രം. അതിനുശേഷം ഞാൻ സിനിമാ സെറ്റിൽ കാലുകുത്തുന്നതില്ല. അന്ന് ഒരു ഷോട്ടിൽ നിന്നപ്പോൾ ഉണ്ടാകുന്ന അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. പക്ഷെ തിയേറ്ററിൽ വന്നിട്ട് ഫിലിമിൽ പക്ഷെ തിയേറ്ററിൽ വന്നിട്ടൊന്നുമില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മുടെ പോർഷൻസ് ഒക്കെ പോയി. പക്ഷെ എന്നാൽ പോലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫിലിമിന്റെ സൗണ്ട് സൈലന്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഫിലിമിന്റെ ഇതിലൊക്കെ. നമ്മളൊക്കെ ഫിലിം വരുന്നില്ലേ, നമ്മള് ഇതാണ്. പിന്നെ കുറെ ഏതോ സിനിമയില് ഞാൻ ചെറിയ എബ്രഹാലിംഗൺ എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നില്ലേ, അതില് ഞാന് അത് പിന്നെ ഡിജിറ്റൽ ക്യാമറ ആയിരുന്നുണ്ട്. അതില് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആണല്ലേ? ഒരു സീനില് തൃശ്ശൂർ റൗണ്ടിൽ സീനില്. അല്ല ഇക്ക കുറെ ഉണ്ടല്ലോ, ലൂക്ക് ആണെങ്കിലും വടക്കൻ സെൽഫി ആണെങ്കിലും. വടക്കൻ സെൽഫിയിൽ ആ ഒരു മറ്റൊരു സീൻ ഉണ്ടല്ലോ രാജുവിന്റെ കൂടെയുള്ള ചായക്കട വെച്ചിട്ടുള്ള. പക്ഷെ നൈസ് സീനാ അത്. നല്ല ഹ്യൂമർ സീനാ അതൊക്കെ. കാരണം എന്താ അറിയോ, ക്യാരക്ടർ ഇപ്പൊ ലെങ്ത് കുറവാണെങ്കിൽ പോലെ നമ്മളത് ഓർത്തിരിക്കുന്നുണ്ട്. അത് ആ സീൻ അവിടെ അതൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ചെറിയ റോളിലാണ് ഇക്ക വരുന്നതാണെങ്കിൽ പോലും നമ്മളത് നമ്മുടെ മൈൻഡിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അത് അത്രയും രസമായിരിക്കും. ആ ഹ്യൂമർ സിറ്റുവേഷനൊക്കെ അതൊന്നും ഓർത്തിരിക്കുന്ന ഒരു കാര്യം അതാ. അപ്പൊ എന്തായാലും ഇനി കുറെ സിനിമകൾ വരട്ടെ. പിന്നെ എപ്പോഴും എന്റർടൈൻ ചെയ്ത് ഇരിക്കാൻ പറ്റട്ടെ. ഇവിടെ വന്നതിനും ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദിക്കാം. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ പണ്ട് മുതലേ
കണ്ടിരുന്നത്, ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. ഈ ആൽബത്തിലേക്ക് അഭിനയിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണ്ട് മുതലേ നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ, സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം മുതലേ ഈ പാട്ടും സോങ്ങും ഇക്കെൻ്റെ നടത്തും അഭിനയവും കാര്യങ്ങളൊക്കെ അത് ഞാനായിട്ട് ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരാളെ എൻ്റെ മുമ്പിൽ കിട്ടി ഇത്രയും നേരം സംസാരിക്കാൻ പറ്റി. ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ ഞാൻ അതിലൊക്കെ വിശ്വസിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ നടന്നു. അപ്പോൾ ഇനിയും മിക്കൊക്കെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കട്ടെ. അഭിനയിക്കും. അതെ, അഭിനയിക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.